ഇന്നലെ യു.എസ് വിപണികളെല്ലാം മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 1 പോയിന്റ് മൈനസിലും S&P 500 0.27%, നാസ്ഡാക്ക് 0.5% മൈനസിലാണ് ക്ലോസ് ചെയ്തത്. യു.എസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. ഇൻഫ്ലേഷൻ ഡേറ്റ പല അനലിസ്റ്റുകളും ഏജൻസികളും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന പോലെ പ്രതീക്ഷിച്ചത്ര ഇൻഫ്ലേഷൻ കൂടിയിട്ടില്ല. ഇത് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് എടുത്തിരുന്നത്. അതുപോലെ യു.എസ് ചൈന ട്രേഡ് ഡീല് ഏകദേശം ധാരണയായിട്ടുണ്ട്. ചൈനയിലെ വിദ്യാർത്ഥികൾക്ക് വിസ നൽകുന്നതും ചൈനയിൽ നിന്ന് റെയർ എർത്ത് മെറ്റൽസ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും അത്തരം കാര്യങ്ങൾ മാത്രമാണ് ധാരണ. അമേരിക്കയ്ക്ക് കൂടുതൽ മെച്ചമുണ്ടാക്കുന്ന രീതിയിലല്ല ഇത്തരം ഡീല് നടന്നതെന്നാണ് പൊതുവെ അറിയാൻ കഴിയുന്നത്. ഇത് പൊതുവെ അമേരിക്കൻ മാർക്കറ്റിന്റെ ആ ഒരു പോസിറ്റിവിറ്റി ഒന്ന് കുറച്ചിട്ടുണ്ട്. അതുപോലെ യു.എസ് ഇറാൻ ആണവ ചർച്ച പരാജയപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യു.എസ് സൈനികരോട് അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽസിനോടൊക്കെ തിരിച്ച് രാജ്യത്തേക്ക് മടങ്ങാൻ വന്നത് ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. പലരും ഇറാൻ ഇറാഖ് മേഖലയിലേക്ക് യു.എസ് സൈന്യത്തെ അയക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇത് ക്രൂഡ് ഓയിലിന്റെ വില ഏതാണ്ട് $70 കടക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ആയിട്ട് 82,500 മുകളിലും നിഫ്റ്റി 24,100 മുകളിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓപ്പണിംഗിൽ നല്ല പോസിറ്റിവിറ്റി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ കണ്ടെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കുക. IT, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളാണ് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിരുന്നത്. അതുപോലെ ബാങ്കിങ്, ധനകാര്യ മേഖലകളൊക്കെ നെഗറ്റീവായിട്ടും ക്ലോസ് ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരാനുണ്ട്. ഇൻഫ്ലേഷൻ ഡേറ്റ കുറഞ്ഞതായിട്ടാണ് പല ഏജൻസികളും പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇന്ന് വരാനിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഡേറ്റകൾ ഇന്ത്യയിലെ IEP ഡേറ്റയാണ് വരാനിരിക്കുന്നത്. മറ്റൊന്ന് യു.എസിലെ ജോബ് ഡേറ്റയും അതുപോലെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റയും ഇന്ന് വരാനുണ്ട്. ഇനി നമ്മൾ എഫ് ആൻഡ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ എഫ് ആൻഡ് പ്രോ ട്രേഡേഴ്സ് അവരുടെ വീണ്ടും ബുള്ളിഷ് ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കുന്നു എന്ന് വേണം ഓപ്ഷൻസ് ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് ബെയറിഷ് ആയിട്ട് നിൽക്കുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ബെയറിഷ് പൊസിഷൻ കുറച്ചിട്ടുണ്ട്. FIs ഇപ്പോഴും ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അമേരിക്കയിൽ ഒറാക്കിളിന്റെ റിസൾട്ട് വന്നത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് വന്നത്. ഒരുപക്ഷെ IT മേഖലയിൽ ഇത് റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോ ഗിഫ്റ്റ് നിഫ്റ്റി ഏതാണ്ട് ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഏഷ്യൻ വിപണികളും മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. യു.എസ് വിപണിയിൽ ഈ ഡേറ്റ വന്നതിനെ കാര്യമായ പോസിറ്റീവായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗിന് ആശംസിക്കുന്നു. താങ്ക് യു.